പീസായിട്ട് തന്നെ പോയി. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായി ഞാൻ വീഡിയോസ് എടുത്തിട്ടും പോസ്റ്റ് ചെയ്തിട്ടും. അപ്പോൾ ഒരു ക്വിക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ സാധനം നോക്കട്ടെ. ചിക്കൻ ചുരുട്ടോ പൊറോട്ടേൻ്റെ ചിക്കൻ മടക്ക് രസമുണ്ടാ? അപ്പോൾ പെട്ടെന്ന് തോന്നിയ ഐഡിയ ആയതുകൊണ്ട് നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കും ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കയ്യിലുള്ളത് ടൊമാറ്റോ, കെച്ചപ്പ്, പിന്നെ സ്ലൈസ് ചീസും ഉണ്ട്, പിന്നെ ബ്രെഡ്. ഇത് വെച്ചിട്ട് തട്ടിക്കൂട്ട് പിസയാണ് ഇന്നത്തെ ഐറ്റം. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ചീസ് ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. 4 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഈ ഒരു സൈഡ് മാത്രം, ഒരു ബ്രെഡിൻ്റെ ഒരു സൈഡ് മാത്രം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് വെള്ളം വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പാൻ ഉണ്ടെങ്കിൽ പാനിൽ ഉണ്ടാക്കിയാൽ മതി. ഇവിടുത്തെ പാനിൽ എന്തോ ഉണ്ട്. അപ്പോൾ ഇനി അത് കഴുകണ്ടേ വിചാരിച്ചിട്ട് ഞാൻ ദോശക്കല്ലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മടിയുള്ളവർക്ക് പിസ്സ വേണമെങ്കിൽ ദോശക്കല്ലിലും ഉണ്ടാക്കാം. അങ്ങനെ ഇത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്, പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ്. അപ്പോൾ നമ്മളുടെ ഫ്രിഡ്ജിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഒന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഇനി കെച്ചപ്പാണ് ആദ്യം ആഡ് ചെയ്യുന്നത്. തട്ടിക്കൂട്ട് പിസയ്ക്ക് ഇതൊക്കെ ധാരാളമാണ്. പിസ്സ സോസിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല. ഇതന്നെ ഒരു പിസ്സ കഴിച്ചൊരു ഫീൽ കിട്ടും. സോസ് നല്ല ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഈ ചീസ് എടുക്കുന്നുണ്ട്. ചീസ് എടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എല്ലായിടത്തും ഒന്ന് ഇത് സ്റ്റിക്ക് ചെയ്യാൻ പാകത്തിന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴൊന്നും ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഒറിഗാനോ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശരിക്കുള്ള പിസ്സ ഉണ്ടാക്കിയപ്പോൾ വെച്ച സാധനങ്ങളാണ്. അപ്പോൾ അതും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ഇടാം. അപ്പോൾ പിസ്സേൻ്റെ ടേസ്റ്റ് എന്ത് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുള്ള് ചീസ് നമുക്ക് എത്ര വേണോ അത്ര ആഡ് ചെയ്യാം. അപ്പം തന്നെ പിസ്സേൻ്റെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഒറിഗാനോ ഇട്ടതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ, ടൈം ഇത് വെക്കേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, കരിഞ്ഞൂന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തിച്ചിട്ട് നോക്കാം. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഞാനൊരു 3-4 മിനിറ്റ് ഏകദേശം സിമ്മിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ചീസൊക്കെ നല്ല മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് പിന്നും ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്യണമായിരുന്നു കുറച്ചും കൂടി മെൽറ്റ് ആവണമെങ്കിൽ. പിന്നെ ഇത് സാധാ ചീസാണ്, മൊസറല്ല ചീസല്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി കരിഞ്ഞു എന്നുള്ളതൊന്ന് നോക്കട്ടെ. യെസ്, കരിഞ്ഞിട്ടില്ല, കുഴപ്പമില്ല കേട്ടോ. നമുക്ക് സെർവ് ചെയ്യാം. കുറച്ച് കഷ്ടപ്പാടാണ് ഇത് പ്ലേറ്റിലേക്ക് വെക്കാനും. പീസായിട്ട് തന്നെ പോയി കേട്ടോ. ഓക്കെ, നല്ല കുഴപ്പമില്ല. അപ്പം നമ്മൾ പിസ്സ നല്ല അടിപൊളി ചീസി പിസ്സ ആയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചേക്കാം. സൂപ്പർ. ചേച്ചിയാണെങ്കിൽ ഈ വെജിറ്റബിൾസും പിന്നെ ഒരു എഗ്ഗും കൂടെ ആഡ് ചെയ്തൊരു എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അവൾക്ക് പിസ്സ വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ മറക്കല്ലേ. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.